ഞാനിവിടെ ഈ തെക്കേ കോവൂരിൽ നിൽക്കുമ്പോൾ എനിക്ക് മറക്കാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരു തവണ തെച്ചിക്കോട് രാമേന്ദ്രനെ തിടമ്പേറ്റുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നടക്കുകയാണ്. ഹൈക്കോടതിയിൽ വിഷയം നടക്കുകയാണ്. വലിയ രീതിയിൽ അരുൺകുമാർ ഓർക്കുന്നുണ്ടാവും, വലിയ പ്രതിസന്ധിയും വലിയ വിഷയങ്ങളും ഒക്കെ നടന്നിരുന്ന സമയത്ത് അന്ന് കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടും തൃശ്ശൂരിലെ ചുമതലയുള്ള VS സുനിൽകുമാർ, അദ്ദേഹം ഇപ്പോൾ ഈ തെക്കേ കോവൂരിൽ വന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ചിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കാണ്. അന്ന് ആ വിഷയം വളരെ ഭംഗിയായി തീർത്ത് ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ പൂരപ്രേമികളുടെ മോഹം സഫലമാക്കിയ അന്നത്തെ മന്ത്രി, ഇന്നിപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ ഈ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പഴയ ഓർമ്മ, എനിക്കൊക്കെ ഓർമ്മയുണ്ട്. അന്ന് വലിയ രീതിയിലുള്ള ജേസൺ മാതൃഭൂമിയിലാണ് അന്ന് ആ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ എഴുന്നള്ളിക്കാൻ പറ്റില്ല, തെക്കോട്ട് നട തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ള വലിയ പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ ഞാനന്ന് ഇവിടുത്തെ MLA ആയിരുന്ന സമയത്ത് പൂരപ്രേമികളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. അവസാനം ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് ഇടപെട്ടുകൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കൊണ്ട് നട തുറക്കുമ്പോൾ അന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. തീർച്ചയായും അന്നൊക്കെ നമ്മൾ ഭയപ്പെട്ടു പോയി, ഞങ്ങൾ തന്നെ ഭയപ്പെട്ടു പോയി. കാരണം തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ ഇനി പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറക്കി ഉടനെ തന്നെ പിന്നെ ആനയെ മാറ്റേണ്ട സ്ഥിതി വരെ വന്നു. പക്ഷേ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കൊണ്ടന്ന് നമ്മൾ നട തുറപ്പിച്ചു. പിന്നെ അത് അന്ന് ആദ്യമായിട്ടാണ് അത്രയും വിളംബരത്തിന് അത്രയും ജനം എത്തിച്ചേരുന്നത്. ആയിരക്കണക്കിന് ജനം തടിച്ചു കൂടുന്നത്. സാധാരണ പുലിക്കൽ ഈ തെക്കേ കോവൂർ തുറക്കാന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരുണ്ടാവാറല്ലോ, കുറച്ച് ആൾക്കാർ മാത്രം. ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വന്ന് നട തുറന്ന കൊല്ലം മുതലാണ് ഈ നട തുറപ്പിനൊരു വലിയ സൗന്ദര്യവും അതൊരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ട് മാറിയത്. മറ്റേ തെക്കേ നട തുറക്കാന്ന് പറഞ്ഞാൽ തലേ ദിവസം തുറന്നിടുന്നതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്. കാരണം പിന്നെ ഇവിടുന്ന് ശാസ്താവ് എഴുന്നള്ളി വരുമ്പോൾ ശാസ്താവിന് നേരെ അതിലേക്ക് കടക്കാൻ ചില ചടങ്ങുകൾക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ ആണ് തുറന്നിടുന്നത്. അപ്പോൾ നെയ്തലക്കാവ് ഭഗവതി വന്നിട്ടാണ് നട തുറന്നിടുക. അപ്പോൾ തലേ ദിവസം തുറന്നിട്ട് എന്തിനാണെന്ന് വെച്ചാൽ പുലർച്ചെ വരും, അത് വെയിലും മഞ്ഞും കൊള്ളാതെ വേണം വരാൻ ശാസ്താവിനും ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ശാസ്താവ് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം തുറന്നിടുന്നത്. ആ ചടങ്ങ് വെറും ഒരു ചടങ്ങ് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ചടങ്ങ് ഗംഭീര ചടങ്ങാണ്. ഇത്തവണ ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു, ഇത്തവണ ഇപ്പോൾ അതൊരു മിസ്സാവുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാണ്. ഇന്നിപ്പോൾ മിസ്സായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 7:30 മണിക്ക്, ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് വൈകി, 7:30 മണിക്ക് ഒല്ലൂർ മണ്ഡലം പിന്നെ പര്യടന പരിപാടിയാണ്. അപ്പോൾ പര്യടന പരിപാടി ഇനിയിപ്പോൾ ഇന്നും കൂടി നടക്കുള്ളൂ. കാരണം നാളെ പൂരാണ്, പിന്നെ ഡേറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് തന്നെ വെച്ചതാണ്. അപ്പോൾ തെക്കേ ഗോപുരമാണ് തുറക്കൽ മിസ്സായി. പൂരം എന്ന് പറയുന്നത് VS സുനിൽകുമാർ ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ നോക്കുകയായിരുന്നു. അവിടെ വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും പാഞ്ഞു വരികയാണ് സാമ്പിൾ വെടിക്കെട്ട് കാണാനായിട്ട്. ആ സാമ്പിൾ വെടിക്കെട്ട് ഞാൻ താഴത്തുണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് മോളി ഒന്ന് കാണുന്നുള്ളതുകൊണ്ട് കറക്റ്റ് ആ സമയത്ത് മോളി വന്ന് വെടിക്കെട്ട് കണ്ടു. അത് എല്ലാ പരിപാടിക്കും ഉണ്ടാവും, ഒരു പരിപാടി മുടക്കും. ഈ വിളംബരം വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നതിൽ ഒരു പരോക്ഷമായും പ്രത്യക്ഷമായൊക്കെ ഒരു പങ്കാളിയായ VS സുനിൽകുമാർ ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രംഗത്തേക്കാണ്. ഇത്തവണ തൃശ്ശൂർ വീണ്ടും തിടമ്പേറ്റും. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ തിടമ്പെടുക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ വലിയ വിശ്വാസത്തിലാണ്. ആളുകൾ പലതും പറഞ്ഞോട്ടെ, സർവേയൊക്കെ പലതും പറയും, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകൾ. അടുത്ത തവണ നമുക്ക് MP ആയിട്ട് കാണാം. ഓക്കെ.